കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായി 3 ബെഡ്റൂം 2 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം ഉള്ള 930 സ്ക്വയർ ഫീറ്റിന്റെ ഈ ഫ്ലാറ്റിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 55 ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഞാനിപ്പോ നിൽക്കുന്നത് 3ാമത്തെ ഫ്ലോറിലാണ്. 3ാമത്തെ ഫ്ലോറിൽ നമ്മുടെ ഫ്ലാറ്റിലേക്ക് കയറുന്ന എൻട്രൻസിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇത് ലിവിംഗ് ഏരിയ ആണ് നമ്മുടെ ഫ്ലാറ്റിന്റെ. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന ഒരു ഫ്ലാറ്റ് ആണിത്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു സോഫ, ഒരു കോർണർ ബേസ് ആയിട്ടുള്ള സോഫ സെറ്റ് കിടക്കുന്നുണ്ട്. ഒരു ടീപ്പോയും വുഡൻ ആയിട്ടുള്ള ടീപ്പോയും കിടക്കുന്നുണ്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു TV യൂണിറ്റ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കളർ കോമ്പിനേഷൻ പ്ലസ് ഈ ഒരു വൈറ്റ് ഷെയ്ഡും കൂടി വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള, വളരെ നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഡൈനിങ് ഏരിയയിൽ 4 സീറ്ററിന്റെ ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ടോപ്പോട് കൂടിയിട്ടുള്ള 4 ചെയറിന്റെ ഡൈനിങ് ടേബിൾ ആണ് ഇതിനകത്തുള്ളത്. ഈ സാറിന് ബാക്കി പറയുന്ന 3 ബെഡ്റൂമും കിച്ചണും കാര്യങ്ങളും തൊട്ട് സൈഡിൽ തന്നെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ തൊട്ട് ഈ സൈഡിൽ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. എന്റെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആദ്യത്തെ ബെഡ്റൂം, ഇത് 2ാമത്തെ ബെഡ്റൂം, അതാണ് 3ാമത്തെ ബെഡ്റൂം. ഇതാണ് കിച്ചൺ വരുന്നത്. നമുക്ക് ആദ്യം തന്നെ കിച്ചണിലേക്ക് പോകാം. ഈ കിച്ചന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കാണുന്ന 2 കളർ, ഈ ഒരു കളറും വൈറ്റും കോമ്പിനേഷൻ വളരെ പ്രീമിയം ലെവലിൽ നമ്മുടെ കിച്ചണെ തോന്നിപ്പിക്കും. ഫസ്റ്റ് എടുത്തു പറയാനുള്ള കിച്ചണിലേക്ക് കയറുമ്പോൾ ഈ പറയുന്ന ഒരു ഫ്രിഡ്ജിന്റെ സ്പേസ് ആണ്. ഡബിൾ ഡോറിന്റെ ഒരു ഫ്രിഡ്ജ് നമുക്ക് വെക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. അവിടെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പവർ പ്ലഗിന്റെ പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം സ്റ്റോറേജ് സ്പേസുകളാണ്. ഇതിന്റെ തൊട്ടുമേളിൽ ഇവിടെയൊക്കെ ഉള്ളത് സ്റ്റോറേജ് സ്പേസ് ആണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇലക്ട്രിക് ചിമ്മിണിയും സ്റ്റൗവും ഫേബർ എന്ന ബ്രാൻഡിന്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡാണ്. സ്റ്റൗമേ നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. കട്ട് ചെയ്തിട്ട് ഇറക്കി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഒരു പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ പലരും ചെയ്യുന്ന മണ്ടത്തരാണ്, പല സ്ഥലങ്ങളിൽ കൊണ്ട് വെച്ചിട്ട് വയറെത്താത്തൊരു പ്രശ്നം വരും. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ഓവൻ ആയാലും മിക്സർ ഗ്രൈൻഡർ ആയാലും ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പവർ പ്ലഗിന്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു വാട്ടർ പ്യൂരിഫയർ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പൈപ്പാണ് ഈ കാണുന്നത്. പിന്നെ വാഷ് ഏരിയ 2ഉം വരുന്നുണ്ട്. ഇതിന്റെ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പുകളെല്ലാം ജാഗ്വാറിന്റെ പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ വിൻഡോസ് ആണ്. സാധാരണ ഫ്ലാറ്റുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു ഇരുട്ടാണ് നമ്മൾ ഫ്ലാറ്റിലേക്ക് കയറി കഴിയുമ്പോൾ. പക്ഷെ ഇവിടെ നമുക്കൊരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല വെളിച്ചമുണ്ട്. 2 ജനൽപ്പാളികൾ ഇവിടെ ഈ സൈഡിലുണ്ട്. അതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ് കൊടുത്തിട്ടുണ്ട്. 2 ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ ഫാനിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ നിലവിൽ എല്ലാ കബോർഡുകളിലുള്ളതാണ്. ഇവിടെ വേസ്റ്റിന്റെ ഈ ബക്കറ്റ് കാര്യങ്ങൾ നമുക്ക് റിമൂവ് ചെയ്ത് വേസ്റ്റ് മാറ്റിയെടുക്കാൻ പറ്റും. വേറെ എങ്ങും ബക്കറ്റ് കാര്യങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേസ്റ്റ് ഇവിടെ അതിന്റെ പാക്കിങ് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് മാറ്റാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് കാര്യങ്ങളുള്ള ഒരു കിച്ചൺ ആണ്. കിച്ചന്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഡൈനിങ് ഏരിയയും കിച്ചന്റെയും ഒരു ഏരിയയിൽ നിന്ന് തൊട്ട് റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇവിടെയാണ് നമുക്ക് ബാൽക്കണിയും കാര്യങ്ങളുള്ളത്. അതെല്ലാം കാണിച്ചു തരാം. ഈ ഫ്ലാറ്റിലെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. തൊട്ട് സൈഡിലാണ് ഒരു കിങ് സൈസ് ആയിട്ടുള്ള ഒരു ബെഡ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെഡ് കോട്ട് ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു 2 ഡോറിന്റെ ഒരു കബോർഡ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ആയാലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കബോർഡാണ് ഈ കാണുന്നത്. ഈ ബെഡ്റൂമിന് പ്രത്യേകത എന്ന് വെച്ചാൽ 2 ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഈ ജനലെല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള ഇത്രയും വെളിച്ചം വന്നത്. 2 ജനലും അത്യാവശ്യം വ്യൂ ഉള്ളൊരു ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലാണ് ബാൽക്കണി ഉള്ളത്. തൊട്ട് സൈഡിൽ ബാൽക്കണി ഉണ്ട്. നമുക്ക് അവിടെ ഒരു വാഷിംഗ് മെഷീനോ അങ്ങനെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറഞ്ഞാൽ ചെറിയ ബാത്റൂം അല്ല, അത്യാവശ്യം വലിയ ബാത്റൂമാണ്. വലിയ ബാത്റൂം എന്ന് വെച്ചാൽ ഒരുപാട് വലുതായിട്ടൊന്നും കാണുന്നത്, ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാത്റൂമാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം സിറയുടെ ക്ലോസറ്റ്, വാഷിംഗ് ബേസിൻ, അതേപോലെ തന്നെ ജാഗ്വാറിന്റെ പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഓറിയന്റിന്റെ ഒരു ഹീറ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സോസ് ഫാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എക്സോസ് മണം സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ വെന്റിലേഷൻ കാര്യങ്ങളും ടോയ്ലറ്റിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ്
ഈ പറയുന്ന ബെഡ്റൂമിന്റെ ബാൽക്കണി വരുന്നത്. ബാൽക്കണി ഞാൻ ഈ സൈഡിലായിട്ട് നമുക്കൊരു വാഷിംഗ് ഏരിയ, എന്താ പറയാ, വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വ്യൂ ഉള്ളതാണ്, നല്ലൊരു പച്ചപ്പ് ഇവിടെ നിന്നാൽ ഫീൽ ചെയ്യും. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോവാം. തൊട്ട് സൈഡിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം കാണുന്നത്. വളരെ മിനിമലായിട്ട് ചെയ്തിട്ട് പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന ഒരു ഡിസൈനിലാണ് ഈ പറയുന്ന കളർ കോമ്പിനേഷൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തൊട്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻസ് നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു കളർ കോമ്പിനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 വെന്റിലേഷൻസ് ഉണ്ട്. ഈ പറയുന്ന 2 സൈഡിലായിട്ട് 2 വെന്റിലേഷൻസ്. അത്യാവശ്യം നല്ല വെളിച്ചം കയറുന്ന ഒരു റൂമാണ്. എന്റെ തൊട്ട് ബാക്കിലാണ് ഇവിടുത്തെ കബോർഡ് സ്പേസ്, വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം അത്യാവശ്യം നമുക്ക് ഡ്രസ് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളുണ്ട്. എല്ലാ ബെഡ്റൂംസിലും AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് AC-യുടെ പോയിന്റ്. തൊട്ടപ്പുറത്ത് മാസ്റ്റർ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്. ഉള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല സ്ഥലമുള്ള ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. കോട്ട് ഒരു ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു മിനി, എന്താ പറയാ, ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിലവിൽ റെഡി ടു മൂവ് ആണ്. നിങ്ങൾക്ക് ഫർണിച്ചർ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ബെഡ് കാര്യങ്ങൾ വാങ്ങിക്കുക, ഇലക്ട്രോണിക്സ് ഐറ്റംസ് കാര്യങ്ങൾ വാങ്ങിക്കുക, നേരെ താമസിക്കുക. ഇതാണ് ഈ ഒരു ഫ്ലാറ്റിന്റെ ഏറ്റവും വലിയ ഗുണം. എല്ലാം ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് എന്റെ തൊട്ട് സൈഡിൽ കാണുന്നത്. അത്യാവശ്യം ഒരു ഇല്ലാത്ത രീതിയിലുള്ള അളവുള്ള ബാത്റൂമാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ സെറയുടെ വാഷ് ബേസിനും ടോയ്ലറ്റും സെറയുടെ ബ്രാൻഡാണ്. അതേപോലെ തന്നെ ജാഗ്വാറിന്റെ ആണ് പൈപ്പുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളും ഇരുട്ടല്ല ഈ ഒരു ഫ്ലാറ്റ്. അതാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഈ കാണുന്നതാണ് സ്റ്റഡി റൂം എന്ന് പറയാം, കിഡ്സ് ബെഡ്റൂം എന്ന് പറയാം. ടോയ്ലറ്റ് നിലവിൽ കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും അതേപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഏരിയ, അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കബോർഡ് കാര്യങ്ങൾ, ചെറിയൊരു മിനി ബെഡ് സ്പേസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങൾ വെക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് സ്റ്റഡി ടേബിൾ പ്ലസ് ഒരു ചെറിയ സ്റ്റോറേജ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറ് എല്ലാ പിള്ളേർക്കും, ലാവൻഡർ ഒരു കളർ എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. കാര്യം എന്റെ കൊച്ചിനും ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ്. എല്ലാ ബെഡ്റൂമിലും പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. 2 ജനല് എല്ലാ ബെഡ്റൂമിലും ഉണ്ട്. എല്ലാ ബെഡ്റൂമിലും അതേപോലെ തന്നെ കിച്ചൺ, ഡൈനിങ് ഏരിയ, അങ്ങനെയുള്ള എല്ലാ ഏരിയയിലും പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻസ് ഈ ഫ്ലാറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയാനുള്ളത്, ഇതിലെ സ്പേസുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് സൈഡിൽ കാണുന്ന കബോർഡ് ആണെങ്കിലും അതേപോലെ തന്നെ ബെഡ് കോട്ടാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് അലൈൻമെന്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്പേസും അങ്ങനെ വൃത്തികേടാക്കി ഇട്ടിട്ടില്ല. ചില സ്ഥലങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു അടുക്കും ചിട്ടിയില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു പ്രോപ്പർ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വലിയ വാർഡ്രോബാണ്. പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്ത് വെക്കാനായിട്ട് പറ്റും. ജെല്ല് തുറന്നുള്ള ഒരു വ്യൂ ഈ കാണുന്നതാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായി 3 ബെഡ്റൂം, 2 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം ഉള്ള 930 സ്ക്വയർ ഫീറ്റിന്റെ ഈ ഫ്ലാറ്റിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 55 ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത്യാവശ്യം ഫർണിച്ചർ കാര്യങ്ങളെല്ലാം ഉണ്ട്. റെഡി ടു മൂവ് ആണ്. ഈ ഫ്ലാറ്റ് പണിത് കഴിഞ്ഞ് ഹാൻഡ് ഓവറിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇത് നിലവിൽ യൂസ് ചെയ്തിട്ടില്ല ഈ ഫ്ലാറ്റ്. അതായത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഓണർ ട്രാൻസ്ഫർ ആയി പോയി, ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ആയി പോയതുകൊണ്ട് ഇത് നിലവിൽ ഉപയോഗിക്കാത്ത ഫ്ലാറ്റാണ്. അതെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ഫ്ലാറ്റാണ്. ഇൻഫോ പാർക്കിന്റെ അടുത്ത് 55 ലക്ഷം രൂപക്ക് നല്ലൊരു ഡീലാണ്. കവേർഡ് കാർ പാർക്കിംഗ് ഉണ്ട്. അതേപോലെ തന്നെ പ്ലേ ഏരിയ ഉണ്ട്. ജിമ്മ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ അമ്യൂണിറ്റീസ് കാര്യങ്ങൾ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട്. അമ്പലങ്ങളായിക്കോട്ടെ, പള്ളികളായിക്കോട്ടെ, ഗ്രോസറി ഷോപ്പുകളായിക്കോട്ടെ, ബസ് സ്റ്റോപ്പാണ്. ഈവൻ ബസ് സ്റ്റോപ്പുകൾ നമ്മുടെ ഈ ഫ്ലാറ്റിന് തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് വരുന്ന ഒരു 200 മീറ്റർ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളുണ്ട്. അതായത് തെങ്ങോട് ഈ പറയുന്ന ബസ് റൂട്ടിന്റെ തൊട്ട് ഫ്രണ്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് ഫ്ലാറ്റ് വരുന്നത്. ഇൻഫോ പാർക്കിന്റെ അടുത്ത് 55 ലക്ഷം രൂപ 3 ബെഡ്റൂമിന്റെ 2 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമുള്ള 930 സ്ക്വയർ ഫീറ്റിന്റെ വെറും 55 ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഈ ഫ്ലാറ്റിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇതേപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ബൈ.